എനിക്ക് പുറകിലായി കാണുന്നതാണ് ലേക്ക് ആരോഹെഡ്. അതല്ലെങ്കിൽ ഇവിടെ ഒരു ലേക്ക്, ഒരു വലിയൊരു കുന്നിന് മുകളിലാണ് ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ താമസിക്കുന്നതിൽ നിന്നും ഏകദേശം ഒരു 10 മിനിറ്റ് അപ്പുറയായിട്ടാണ് ഈ ലേക്ക് ആരോഹെഡ്. ഇത് ഏകദേശം ഒരു നമ്മൾ റോഡ് മലയുടെ മുകളിൽ കയറി വരുമ്പോൾ ഒരു 20 കിലോമീറ്ററോളം നമുക്ക് കുത്തനെ മുകളിലേക്ക് കയറി വരുന്ന ഒരു പ്രദേശമാണിത്. അതിൻ്റെ മുകളിൽ ഒരു ലേക്ക്, ഒരു ഷോപ്പിംഗ് സെന്റർ ഒക്കെ ഉണ്ട്. ഇന്ന് പുതിയതായിട്ട് അമേരിക്കയിൽ നിന്നും പുറത്തു വരുന്ന വിവരം എന്ന് പറഞ്ഞത്, ഇന്ത്യൻ ബിസിനസ് ടൈക്കൂൺ അദാനി, ഗൗതം അദാനി, അദ്ദേഹത്തിനെതിരെ ഫെഡറൽ കോർട്ട്, അമേരിക്കൻ ഫെഡറൽ കോർട്ട്, US ഫെഡറൽ കോർട്ട്, ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് ഓഫ് ന്യൂയോർക്ക്, അവിടെ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഒരു ഫ്രോഡ് കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. ആ കേസ് പ്രകാരം അദ്ദേഹം $250 മില്യൺ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് ബ്രൈബ്, കൈക്കൂലി കൊടുക്കുകയും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടത്തി കിട്ടുന്നതിന് വേണ്ടി $250 മില്യൺ അദ്ദേഹം കൈക്കൂലി കൊടുത്തു എന്നാണ് ഇന്ന് പുറത്തു വരുന്നത്. അദ്ദേഹം ഒരു ഫ്രോഡ് ചാർജ് ചെയ്തിരിക്കുകയാണ്. ആ കോർട്ട് കേസ് ഫയൽ സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞ മാതിരി ആ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നമുക്കറിയാവുന്നതുപോലെ ഏതാനും വർഷങ്ങൾ മുമ്പ്, 2 വർഷങ്ങൾ മുമ്പ്, ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഏജൻസി അദ്ദേഹം ഫ്രോഡ് കാണിച്ചു. ഇങ്ങനെ കൃത്രിമമായിട്ടുള്ള പല ബിസിനസ്സുകളും ചെയ്ത് അദ്ദേഹം മുൻനിരയില്, ലോകത്തിലെ 2ാമത്തെ 3ാമത്തെ ഏറ്റവും വലിയ പണക്കാരൻ എന്ന നിലയിൽ വരെ എത്തിച്ചേർന്ന സമയത്താണ് ഹിൻഡൻബർഗ് വിവാദം ഉണ്ടാക്കുകയും അദ്ദേഹത്തിന്റെ എല്ലാ സ്റ്റോക്കും ഷെയറും ഒക്കെ കൂപ്പുത്തുകയും അദ്ദേഹത്തിന്റെ കമ്പനി താഴോട്ട് പോവുകയും അദ്ദേഹത്തിന്റെ വളർച്ചയിൽ ഗണ്യമായ ഒരു വലിയൊരു അഗാധം സൃഷ്ടിച്ചു എന്ന് വേണം ആ ഒരു പ്രശ്നം അന്നാളിൽ ഏകദേശം 2 വർഷം മുമ്പ് സംഭവിച്ചത്. എന്നാൽ ഇപ്പോൾ കോടതി ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നതാണ്. കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അദാനി ഗ്രീൻ എനർജി, സോളാർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ഇതിനാണ്. ഇങ്ങനെയുള്ള ആ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നത്. അതിന് ഫയൽ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞത് ഏകദേശം ഒരു $175 മില്യൺ US ഇൻവെസ്റ്റേഴ്സിൽ നിന്നും അദ്ദേഹം സമാഹരിച്ചു എന്നാണ് ഈ കേസിന് ആസ്പദമായ ക്രൈമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവായ സാഗർ അദാനി, പിന്നെ വിനീത് ജെയിൻ എന്നും പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു എംപ്ലോയി, ഇവർക്കൊക്കെ എതിരെയാണ് കേസ് വന്നിരിക്കുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് അദാനി ഗ്രൂപ്പിനെ ബാധിക്കുക എന്നുള്ളതോളം നമുക്ക് നോക്കി കാണേണ്ടി വരും. തന്നെയുമല്ല, ഈ കാലഘട്ടത്തിൽ അമേരിക്കയിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം മാറാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, ട്രംപ് അധികാരത്തിൽ വരുന്നു. ട്രംപിന് ഗൗതം അദാനിയുടെ ഏറ്റവും നല്ല സുഹൃത്തായ മോഡി, ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്ത് ജോ ബൈഡൻ പോകുന്നതിന് മുമ്പ് എന്തൊക്കെ സംഭവിക്കാം, ഈ ക്രിമിനൽ കേസ് ഒരു കോടതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം എന്തുമാത്രം തെളിവുകളും ഒക്കെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാണേണ്ടി വരും. അതോടൊപ്പം തന്നെ ഒരു സിവിൽ കേസും ഇതിനോടൊപ്പം തന്നെ ചാർജ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ കേസ് വീണ്ടും പറയുകയാണ്, ഈ കേസ് ഫയൽ ചെയ്തിരുന്നത് ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് ഓഫ് ന്യൂയോർക്ക്, അവിടെയാണ്, ഫെഡറൽ കോർട്ടിലാണ്, US ഗവൺമെന്റ് ഫെഡറൽ കോർട്ടിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്ര വലിയൊരു ഗ്രൂപ്പ് ആയിരിക്കും അദ്ദേഹം, വലിയൊരു ഗ്രൂപ്പ് ഓഫ് അറ്റോർണീസ്, വലിയ നിയമ സംഘത്തെ തന്നെ അദ്ദേഹം നിയോഗിക്കും. അദ്ദേഹം ഈ കേസിനെ അവിടെ നേരിടേണ്ടി വരും. അതുമല്ലെങ്കിൽ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ലോകം മുഴുവനും ബിസിനസ് നടത്തുന്നതാണ്. കോൾ മൈൻസ്, എയർപോർട്ട്സ്, ഷിപ്പിംഗ് സെന്റേഴ്സ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ബിസിനസ്സുകൾ ഉള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾ എങ്ങനെ ഇത് ബാധിക്കും, അദ്ദേഹത്തിന്റെ എങ്ങനെയായിരിക്കും ഇദ്ദേഹം ഇത് നേരിടാൻ പോകുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന് ഇപ്പോൾ വന്നിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് ഗ്രീൻ എനർജി, അഡാനി സോളാർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ഇവിടെ നിന്നും 175 മില്യൺ, അമേരിക്കയിൽ നിന്നും $175 മില്യൺ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിൽ നിന്നും സമാഹരിച്ചു എന്നാണ്. അപ്പൊ ആ കേസിന് അമേരിക്കയുമായിട്ട് ബന്ധമുണ്ട്. തന്നെയല്ല, ഇന്ത്യൻ ഉദ്യോഗസ്ഥർ മുൻകാലങ്ങളിൽ സെബിയുടെയോ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ അവരും ഉദ്യോഗസ്ഥരായിട്ട് ബന്ധപ്പെട്ട് ഈ കേസിനെ പറ്റി പലതരത്തിലും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റും അമേരിക്കൻ ഗവൺമെന്റും അതുമല്ലെങ്കിൽ നിയമവ്യവസ്ഥയും എങ്ങനെയായിരിക്കും ഈ ഒരു കേസിനെ മുന്നോട്ട് കൊണ്ടുപോയി, എന്തൊക്കെയായിരിക്കും ഇതിന്റെ വരും വരായകള്, ഇതിനു വേണ്ടി
വരും വരായികൾ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ നോക്കി കാണണം. അത് തന്നെയുമല്ല, ഇദ്ദേഹം ഇന്ന് നിലനിൽക്കുന്ന ആ ഒരു ബിസിനസ് സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലയെ ഇത് താഴോട്ട് കൊണ്ടുപോകുമോ, ഇപ്പോഴുള്ള അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ഥാനങ്ങളും സ്ഥാനമാനങ്ങളോ അതുള്ള ഷെയറോ സ്റ്റോക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തൊക്കെ നഷ്ടം സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഇതൊരു ഹോട്ട് ന്യൂസ് ആണ്. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പാണ് ഇങ്ങനൊരു ന്യൂസ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് ആഴത്തിൽ അറിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് പ്രതിപാദിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. നമുക്ക് ന്യൂസ് വരുന്നതനുസരിച്ച് നിങ്ങളെ ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും.